ഓക്കിടെൽ എന്ന ബ്രാൻഡിൻ്റെ ഓക്കിടെൽ WP36 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കിടെൽ WP36 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം IP68 അതുപോലെ തന്നെ 69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണ് വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. 12,200 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൽ 3.5 വാട്ടിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. 128 dB സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ വളരെ ലൗഡായിട്ടുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ 8D സ്റ്റീരിയോ സൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. വളരെ മികച്ച സ്പീക്കേഴ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ബാറ്ററിയാണ്. 10,600 mAhൻ്റെ ബാറ്ററി വരുന്നുണ്ട്. അപ്പം വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൽ വരുന്നത്. സാധാരണ ഫോണിൽ 5000 അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം 6000 mAhൻ്റെ ബാറ്ററിയൊക്കെയാണ് വരാറ്. ആ ഒരു ടൈമിലാണ് ഇതിൽ 10,600 mAhൻ്റെ ബാറ്ററി വരുന്നത്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ Type-C ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് ഈ ഒരു ഫോൺ വെച്ചിട്ട് മറ്റ് ഡിവൈസുകൾ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് ഒരു കേബിൾ ഉപയോഗിച്ചിട്ട്. ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ MediaTek Dimensity 6100+ എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബേസ് വേരിയൻറ്റിൽ തന്നെ 8GB RAM 128GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. അത് കൂടാതെ വെർച്വൽ റാമിനുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB RAM വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് ഇതിൽ 16GB RAM വരെ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 MP മാക്രോ ലെൻസും വരുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ കൊടുക്കായിരുന്നു. എന്തായാലും 5 MP സെൽഫി ക്യാമറയെ വരുന്നുള്ളൂ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ LCD പാനലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. കൺട്രോൾ ഡിസൈനും വരുന്നില്ല. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കൂടിയ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hzൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം വലിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് 394 ഗ്രാം വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലോണം വെയിറ്റ് കൂടിയ സ്മാർട്ട് ഫോണാണ്. സാധാരണ ഫോണുകളെക്കാളൊക്കെ ഇരട്ടി വെയിറ്റ് വരുന്നുണ്ട്. തിക്നെസ്സും അതുപോലെയാണ്. 19.1 mm വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഫോണുകളെക്കാളൊക്കെ ഇരട്ടി തിക്നെസ്സും വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയും അതിനനുസരിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ $146 എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 12,200 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പക്ഷേ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല. പൊതുവേ റഗഡ് ഫോൺസിൽ അങ്ങനെയാണ്. അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും കാണാറില്ല. എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ സ്പീക്കേഴ്സ്, പിന്നെ ബാറ്ററി, ഈ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഓക്കിടെൽ WP36 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.